ഹായ് ഓൾ, വീണ്ടും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പലതരം പച്ചക്കറികൾ ചേർത്ത് തയ്യാറാക്കുന്ന നല്ല രുചിയും മണവുമുള്ള സ്വാദിഷ്ടമായ നമ്മുടെ സദ്യകളിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നായ എന്തായിരിക്കും അത്? അവയിലാണ്. സദ്യകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത, മെയിനായിട്ടും കല്യാണ സദ്യകളിൽ അബ്രോഡിലൊക്കെ താമസിക്കുന്നവർക്ക് സദ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഹരം കൂടിയാണ്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി പച്ചക്കറികൾ വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ഒരേ വലിപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്യുക. ഞാൻ അവിയൽ തയ്യാറാക്കാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ പ്രധാനമായും ക്യാരറ്റ്, മുരിങ്ങ, പയർ, ചേന, പച്ച നേന്ത്രക്കായ അഥവാ ഏത്തപ്പഴം, വെള്ളരിക്ക, പടവലങ്ങ, കുമ്പളങ്ങ, കോവയ്ക്ക, പച്ചമുളക് എന്നിവയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങോ വഴുതനയൊക്കെ ചേർക്കാം. ഞാൻ ചേർക്കാറില്ല. അടുത്തതായി അവിയലിനൊപ്പം ചേർക്കാൻ വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി അരമുറി തേങ്ങ ചിരവിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 7-8 കുഞ്ഞുള്ളി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 8 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ചേർത്താൽ ടേസ്റ്റിൽ മാറ്റം ഉണ്ടാവും. എനിക്ക് വെളുത്തുള്ളി ചേർത്തിട്ടുള്ള അവിയലാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ്. പിന്നെ കറിവേപ്പില കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നു. നല്ലവണ്ണം അരയേണ്ട, ചമ്മന്തി പരുവത്തിൽ അരച്ചാൽ മതിയാവും. ഏകദേശം ഇതുപോലെയൊക്കെ അരച്ചാൽ മതിയാവും. ഇനി ഈ പച്ചക്കറികളൊക്കെ ഒരു പാത്രത്തിലിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് 1/2 കപ്പ് കൂടി വെള്ളം ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം അടച്ച് വേവിക്കുന്നത് നല്ലതായിരിക്കും. പച്ചക്കറികൾ വെന്തുടയുന്ന രീതിയിൽ വേവിക്കേണ്ട ആവശ്യമില്ല അവിയലിന്. ഏകദേശം പച്ചക്കറികളൊക്കെ വെന്തു വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്ന സമയത്തിൽ പച്ചക്കറികൾ ഉടയാതെ നോക്കണേ. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ഒതുക്കി വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. നന്നായി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. കുറേ ടൈം വേവിക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അതിനുശേഷം കുറച്ച് തൈര് കൂടി ചേർത്തിടുക. ഒരു 1/2 കപ്പ് അളവിൽ മതിയാകും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ കൂടി ചേർക്കുമ്പോൾ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് വരുമേ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അവിയൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ.